ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് തീർന്ന ബോട്ടിലിൻ്റെ അടപ്പുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിന്ന് ഇത് വെച്ച് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള 2 ഐറ്റം ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അടപ്പിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അടപ്പ് വെച്ച് നോക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കത് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാനുള്ളത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളത് ഈ ഒരു പേനയിൽ ഇതുപോലെ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. അത് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമ്മൾ അതിൽ നിന്നും അതൊന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം താഴേക്ക് വന്നിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം അതിന് ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമുക്കതിന് ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളതിന് ചുറ്റും ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ ഒരു 4 എണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പുകളൊക്കെ വെച്ച് വളരെ സിമ്പിളായി ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാം. ഇതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്താണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അടപ്പുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചെയ്തെടുക്കുന്ന അടുത്ത ഐറ്റവും നമ്മൾ അടപ്പുകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ പേപ്പറാണ്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് കോൺ ഷേപ്പിലാക്കി ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അടപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസ് പോലെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് ഇതിന് കണ്ണുകളൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ നമ്മൾ 2 ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തെർമോക്കോൾ ബാൾസ് ഒരെണ്ണം വേണം. ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂക്കായി ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിൽ കോട്ടൺ ഒട്ടിച്ചെടുക്കേണ്ട ഭാഗങ്ങളിലെല്ലാം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റുകൾ നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ.
അപ്പോൾ നമ്മൾ ഇതുപോലെ കോട്ടൺ ഒട്ടിച്ചെടുക്കേണ്ട ഭാഗങ്ങളിലെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഒരു ത്രെഡിൻ്റെ പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇതും കൂടെ അതിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മൾ ഫെവിബോണ്ട് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഐറ്റം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മൾ വേറെ ഒരു 3 കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് തീർന്ന ബോട്ടിലിൻ്റെ അടപ്പുകൾ വെച്ച് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള 2 ഐറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോകരുതേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.